അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ ഇവരുടേതായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും അത്യാവശ്യം നല്ല പേടിയിലാണ് കേട്ടോ. അർജുൻ ശ്രീതു പോകുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പോകുമോ എന്നുള്ളൊരു ഭയം അർജുനുണ്ട്. അതിപ്പോൾ ജാസ്മിനുമായിട്ടുള്ള ഇന്നലത്തെ രാത്രിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഇവരുടെ ഒരു ഫ്രെയിമിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവർ നിൽക്കുന്ന ഓരോ ഫോട്ടോ ഫ്രെയിമുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അത് തന്നെ ഇന്നലെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ നമുക്ക് രാവിലെയൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇന്നലെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രീതു ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, കുളമ്പില്ലേ മീൻസ് കറിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു, കുളമ്പോ ഒരു കുളമ്പുണ്ട് വേണോ എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മീൻസ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇത്രത്തോളം ഭയങ്കരമാണെന്ന് മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരും കോൺവെർസേഷനിൽ നിന്നാണ് കേട്ടോ. ഭയങ്കര ഐ കോണ്ടാക്ട് ആണ് ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളിൽ കാഴ്ചവെക്കുന്നത്. പിന്നെ ഇന്നലെ ആ ഒരു 75 ഡേയ്സിന്റെ ആ ഒരു പിന്നെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ പൂവൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രീതു എടുക്കുന്നുണ്ടായിരുന്നു, അർജുൻ ഇങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഇന്നലെ ഉച്ച ആ ഒരു ടൈമിലായപ്പോൾ മൈക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് അർജുനെ കൊണ്ട് തെരച്ച് ആ ഒരു മൈക്ക് ആ ഒരു ബെഡിന്റെ പിന്നെ ക്യാബിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവരുടെ ആ ഒരു മൊമെന്റ്സ് ഇനി പുറത്തു പോയാലൊന്നും ഇവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ ആ ഒരു മൊമെന്റ്സ് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നത് ഇന്നലെ നമ്മള് പിന്നെ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ആ ഒരു ഫ്ലവറിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞില്ല 75 ഡേയ്സിന്റെ ആ ഒരു സംഭവത്തിന്റെ എടുത്തുനിന്ന് ആ ഒരു ഫ്ലവറിന്റെ അടുത്തുനിന്ന് കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. അപ്പം ശ്രീതു പറയുന്നുണ്ടായിരുന്നു, ഫ്ലവർ എല്ലാം കളക്ട് ചെയ്ത് വെച്ചോ, ഫ്യൂച്ചറിൽ യൂസ് ആവും എന്നുള്ള രീതിയിൽ അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ എന്നാ നിനക്കും ഫ്യൂച്ചറിൽ യൂസ് ആവും എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ശ്രീതു പറയുന്നത് എനിക്ക് ഇപ്പോഴേ യൂസ് ആവും, ഫ്യൂച്ചർ യൂസ് ആവണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ പറയുന്നത് ഫ്യൂച്ചർ യൂസ് ആവും ഇപ്പൊ യൂസ് ആവണ്ട, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ശ്രീതു എന്ത് യൂസ് ആവും അതപ്പോ മനസ്സിലാവുന്നുള്ള രീതിയിൽ അർജുൻ ഒരു കാര്യം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സംഭവം ഇങ്ങനെ അവരവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങള്. സോ അർജുൻ ഇവിടെ വന്നു അതായത് ഇന്നലെ പിന്നെ ഇവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഇപ്പൊ നന്ദനയും അർജുനൊക്കെ ആയിട്ട് അവർ ആ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ശ്രീതു അർജുനെ വിളിക്കുന്നുണ്ട്. അർജുൻ ഇവിടെ വന്നോ എന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നുണ്ടായിരുന്നു. ആ ബിഗ് ബോസിന്റെ ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അർജുൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എവിടെയായിരുന്നാലും എന്റെ കണ്ണ് അങ്ങോട്ടുണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ ഇങ്ങനെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിനിടയിൽ പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ആ ബിഗ് ബോസിന്റെ എംബ്ലത്തിന്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാഞ്ഞിരിക്കാൻ നോക്കുന്നതും ശ്രീതു ഇങ്ങനെ ഇടിക്കാൻ നോക്കുന്നതൊക്കെ അതിനകത്ത് ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ റീൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ പിന്നെ അമൃതവേണീന്റെ ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃതവേണീന്റെ ടാസ്ക് കഴിഞ്ഞപ്പോൾ ആ ബോർഡിൽ ശ്രീതു ലേഡി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ടായിരുന്നു. അർജുൻ അവിടെ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചു വെക്കുന്നുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ ആ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വരച്ചു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി അർജുൻ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം എനിക്കറിയത്തില്ല എന്താണ് അവസ്ഥ എന്നുള്ള രീതിയിൽ ശ്രീതു പോയാലുള്ള എന്റെ അവസ്ഥ എനിക്കറിയത്തില്ല, എങ്ങനെയൊക്കെ ആവും എന്നുള്ള രീതിയിലൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശ്രീതു പോയാൽ നീ നല്ല ഡൗൺ ആവും, കരച്ചിൽ വന്നാൽ കരയണം എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ജാസ്മിൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇനി ഒരു 25 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അർജുൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലുള്ളൊരു മൊമെന്റ്സും കാര്യങ്ങളൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ആണ് അർജുന് ഏറ്റവും കൂടുതലുള്ളത്. എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഫീലിംഗ് ആണെന്നുള്ള രീതിയിൽ അറിയില്ല. അപ്പം ജാസ്മിൻ കുറെ കാര്യങ്ങൾ വിഷമമല്ലായിരിക്കും, ഒരു വെപ്രാളായിരിക്കും അവൾ പോകുന്ന സമയത്ത്. പിന്നെ പോയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ ജാസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ ഒരു മൊമെന്റ്സ് നഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷമമാണ്. എല്ലാവരും വർക്ക് ബിസി എന്നൊക്കെയുള്ള രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ, ആ ഒരു സംഭവം.
ഓക്കെ, അപ്പം ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് വ്യക്തമാവും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്സ് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സന്തോഷത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ. സോ എന്തായാലും രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വോട്ടിംഗ് എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീക്ക് ആരെ എവിക്റ്റ് ആവും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അൺഒഫീഷ്യൽ പോളിൽ ഏറ്റവും കുറവ് വോട്ട് അപ്സര, അത് കഴിഞ്ഞ് ഋഷി, അത് കഴിഞ്ഞിട്ട് ശ്രീതു, ആ രീതിയിലൊക്കെയാണ്. പക്ഷേ നമുക്ക് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് കറക്റ്റ് ഒരു എക്സാക്ട് വോട്ടിംഗ് നമുക്ക് കിട്ടാത്തടത്തോളം കാലം നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും. സോ അൺഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം ഇതാണ് വോട്ടിംഗ്. സോ എന്തായാലും അർജുൻ, ശ്രീതു ഇവരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറച്ച് ദിവസങ്ങളായിട്ട് പല രീതിയിലുള്ള ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു കോംബോയ്ക്കെതിരെയും അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ഇങ്ങനെ കമന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇന്ന് വോട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു കോംബോനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യസമേതം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇന്ന് വോട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ വോട്ടിംഗ് ഉണ്ടാകുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് ഇത്ര വോട്ട്, ഇദ്ദേഹത്തിന് ഇത്ര വോട്ട്, അപ്പം വോട്ടിങ് ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ആയിട്ട് കമന്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗൈസ്.